എന്താണ് അത്ര കുലുക്കം? കപ്പലും ക്ഷമിക്കണം, നമ്മൾ പഠിക്കണേലുള്ളൂ. നീ കുറെ നേരം പഠിക്കാൻ നമ്മൾ എത്ര മണിക്ക് ഇറങ്ങിയതാ? നമ്മള് പത്തരക്കനാണ് ഇറങ്ങിയത്. രാവിലെ അവിടെ ചെല്ലിട്ട് എത്ര മണിയായി? എത്ര 11 ജംഗ്ഷനിൽ പോകാനാണ് ഇത്ര നേരം. വാപ്പയുടെ വെച്ചോണ്ടിരുന്നേക്കരി ഞാൻ 100 മീറ്റർ ഉള്ളതിപ്പോ 21 കിലോമീറ്റർ കണ്ടായോ പോലെ. നീരങ്ങനെ ഓടിക്കുന്നേ കുഞ്ഞുകുളി നീര് ഓടിക്കുന്നു. ആ ചേട്ടാ ഒരു ചായ. കൊഴപ്പില്ലല്ലേ, സാധനം കയ്യിൽ നിക്കണ്ടല്ലോ. സാധനം കയ്യിൽ പക്ഷെ എത്തല്ലോ അത്രയും എന്തോ ഇത്ര വയ്യ ചോട്ട് പിന്നെ എത്താണ്ട് എത്താതിരിക്കാനായിട്ട് എന്ത് കാണാളോ. സൈക്കിള് പഴയതാന്നോണ്ടത് എടി വളവിലാളെ ജംഗ്ഷൻ എത്ര ചവിട്ടാൻ വേണ്ടിട്ട് എത്തുമ്പോ പോയ ഞാൻ ഇറങ്ങിയെടുക്കാൻ പോകും. അത്രക്കൊക്കെ സ്പീഡുണ്ടോ നിനക്ക്? സൈക്കിൾ ഓട്ടിക്കാനായി കാണിച്ചു അവരെപ്പോരാനാ? ഞാൻ അപ്പടുത്ത് മടങ്ങിക്കാൻ പോകും. അവനോടെ അവന്റെ കാശ് കളഞ്ഞു കുടിച്ചിട്ടോ ഇരിക്കാണ്ടില്ലേ. അതിങ്ങനെ വീണ കഴിയുമ്പോഴത്തേനും ആൾക്കാർ മുമ്പിൽ വെച്ച് വീഴുകയും ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഒരൊറ്റ ബോധം പന്നി. ഒരു കുഴപ്പമുണ്ടായില്ല, മറ്റാണ് ബോധം. വാപ്പാന്റെ പൊന്നുപോലെ ഉണ്ടാ മുതിർന്നവര് വരുമ്പോ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കണം. അതിനാണ് ഞാൻ ഏൽപ്പിച്ച ഓർമ്മല്ല. വെറുതെ ഇരുന്നിട്ട് ഭ്രാന്ത്. ജോലിക്ക് പോവാന്ന് വിചാരിച്ചാലാ ആരും ജോലിക്ക് കേട്ടല്ലേ? അല്ലോ അപ്പ ഇത് അറിഞ്ഞാലേ ജോലിക്ക് കേട്ടുള്ളൂ. നമസ്കാരം. പ്രധാന വാർത്തകൾ വായിക്കുന്നത് സുബേർ ആൻഡ് ഷെഫി. കാര്യം പറയണ കേരളത്തിൽ 1.5 ബോംബ് സ്ഫോടനമാണ് നടക്കുന്നത്. ബോംബ് സ്ഫോടനോ? ഈ കൊച്ചു നാട്ടിലോ? കേരളാണോ ന്യൂഡൽഹി ആണോ? നീ എന്താ ഭയങ്കര ഡെസ്പെടിക്കണ? എന്റെ സ്വർണം കാണാനില്ലാന്നേ. ഞാൻ അവിടെ വെച്ചത് എനിക്കൊരു ഓർമ്മയില്ല. നിങ്ങളെങ്ങാനും എടുത്ത? പിന്നെ ഞാൻ എടുക്കോ? ഞാൻ ചെയ്യൂല. നീ അറിഞ്ഞ വല്ല ന്യൂസിൽ എവിടെയൊക്കെയോ ഇവിടെ കേരളത്തില് ബോംബ് സ്ഫോടനം നടക്കണെന്ന്. അത് വലിയ വലിയ ബിൽഡിങ്ങിലൊക്കെ നോക്കണേ. അത് നമ്മക്കെന്താ? പിന്നെ കുറെ ആൾക്കാരെ സമ്പാദ്യം പോവും. വേറെന്ത്? അങ്ങനെ പറഞ്ഞാ എന്റെ ഹോസ്പിറ്റലാ? അതല്ല, നിങ്ങളുടെ ഹോസ്പിറ്റലാ? ഹോസ്പിറ്റലാ? ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ. ചിലപ്പോ നാവ് അടിച്ചില്ലാണോ? നാവ് സത്യം പറ മനുഷ്യ, നിങ്ങളെന്തോ മറക്കണ്ടല്ലോ. അതെ, ഞാൻ നിന്റെ അല്ല എന്റെ നിന്റെ അതന്നല്ലേ ഞാനും പറഞ്ഞേ. എന്റെ അതെ, നിന്റെ സ്വർണ്ണല്ലേ അത് എടുത്തത് ഞാൻ. ആഹാ, നിങ്ങളാണല്ലോ എടുത്തേ. നിക്ക് നിക്ക് നിക്ക്, അതല്ല, നല്ല ഗുണമുള്ള കാര്യത്തിലാന്ന്. ആ, എന്ത് ഗുണം?
അതെ, ഞാൻ നിന്നെ സർപ്രൈസ് ആക്കാന്ന് വിചാരിച്ചിരിക്കുന്നു. ഞാനൊരു ബിൽഡിങ് പണിതു. ഹോസ്പിറ്റൽ പണിതല്ല, മേടിച്ചാണേ. ഹോസ്പിറ്റലാ? എന്റെ എല്ലാ സ്വർണ്ണം കൂടി തുറച്ച്. എടി, ഞാൻ നിന്റെ സ്വർണ്ണം തൊളിച്ചിട്ടില്ല. അതേ, നമ്മുടെ ഹോസ്പിറ്റലിൽ റീ ഓപ്പണിംഗ് ആണ്. എന്താണാവോ തീരുമാനിച്ചുള്ള ഓപ്പൺ ആയാൽ മതി. അപ്പം ഇതൊക്കെ ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ലേ? ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണല്ലേ നല്ല. അപ്പൊ അതിനേക്കാളും കൂടുതൽ കാശ് നമുക്ക് സമ്പാദിക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞ എന്റെ സ്വർണം കളഞ്ഞു. നിനക്കറിഞ്ഞൂടെ? നീ കേട്ടില്ല? ഇൻവെസ്റ്റ്മെന്റ് ഈസ് ദ മാർക്കറ്റ് ഈസ് ടു. ബാക്കി ഞാൻ പഠിച്ചില്ല. ഹോസ്പിറ്റലിന്റെ പേരെന്ത്? ഹോസ്പിറ്റലിന്റെ പേര് ഞാൻ വേറെ ആളുടെ മേടിച്ചാണ് ഈ ഹോസ്പിറ്റല്. അപ്പൊ എന്തോ സിൽസിലെ അങ്ങനെ എന്തൊക്കെയാണ് പേര്. എന്തായാലും ഞാൻ ഇടാൻ വന്ന ഹോസ്പിറ്റലിന്റെ പേര് മോണുമെന്റൽ ഹോസ്പിറ്റൽ. ഇതിന്റെ സിൽസിലായിരുന്നു. മോണുമെന്റലൊക്കെ വേറെ അർത്ഥമുണ്ട് മനുഷ്യ. എനിക്കത് മതി. മോണുമെന്റൽ അത്രേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം പറയാം. ഇന്ന് ഞാൻ ഇപ്പൊ ഹോസ്പിറ്റലിൽ ഇതായിട്ട് പോവാണ്. ഒരു ഉച്ചയൊക്കെ ആവുമ്പോ പേഷ്യൻസ് ഒക്കെ ഒന്ന് തുടങ്ങി. ഞാൻ നിന്നെ സർപ്രൈസ് ആയിട്ട് കൊണ്ടുപോകാൻ വിചാരിച്ചേ. കുഴപ്പമില്ല, ഞാൻ ഉച്ച ആവുമ്പത്തേക്ക് നിന്നെ വിളിക്കാം ഹോസ്പിറ്റലിലേക്ക്. മാപ്പ് ഇട്ടെന്നാ മതി. നമ്മളെ പോപ്പുലറാന്ന് അറിയാലോ ഹോസ്പിറ്റൽ. അപ്പൊ മാപ്പ് ഇട്ടിട്ട് മോണുമെന്റിൽ പേര് അടിച്ചു കൊടുത്ത് പിള്ളേരെ കുട്ടിയൊക്കെ വരും. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഡോക്ടറെ അടുത്ത് നിന്നിട്ട് ഇവിടുത്തെ ഓണറുടെ പേര് എന്ന് പറഞ്ഞാൽ മതി. വേറെ ആരും അറിയില്ല. ഹലോ, എടി നീ പിള്ളേരെ കൂട്ടിപ്പോ. വരാ. 遗忘都遗忘，去年的烦恼和姑娘。魔幻都魔幻，今年的姑娘更漂亮。നേരെ അവന്റെ മക്കളെ പോയി റെഡിയാവും. അല്ല, അതും കൂടെ പോണേ ലുലുമാളേക്കല്ല. നീ അറിഞ്ഞില്ലല്ല. ബാബു ഹോസ്പിറ്റലിലേക്ക് വെച്ച് പോയി നോക്കിട്ടല്ല. മക്കളെ മറ്റേ നമ്മുടെ ബാബു പറഞ്ഞ ഹോസ്പിറ്റലിൽ ഒരു മോണമെന്റൽ അതൊന്ന് മാപ്പിലടിക്കും കേട്ടോ. നമ്മുടെ ഉമാ മോണമെന്റലിന്റെ സ്പെല്ലിംഗ് എന്താ? അത് MO. ബാക്കി ഗൂഗിൾ എടുത്തു. ഗൂഗിൾ ഗൂഗിൾ പ്ലീസ് ടെൽ മോണമെന്റൽ സ്പെല്ലിംഗ്. 7ാം ക്ലാസ് കേട്ടിട്ട് നിനക്ക് മോണമെന്റൽ സ്പെല്ലിംഗ് അറിയില്ല അല്ലേ? തന്നെ കയറ്റിയാ മതി. ഞാൻ തന്നെ ചോദിച്ചത്. എന്തായാലും ഞാൻ തന്നെ അടിക്കാം. എന്തായാലും ഗൂഗിൾ മച്ചി പറഞ്ഞില്ല. അപ്പൊ ഞാൻ തന്നെ അടിക്കാം. കിട്ടി. ഇതായിരുന്നു സ്ഥലം. ബാ പോവാ. ഇതാണ് ഹോസ്പിറ്റല്. ഇത് ചെറിയ ഹോസ്പിറ്റലാണല്ലോ. എന്തിലാവട്ടെ, ഷോണൊക്കെ. ഇവിടെ ചില മര്യാദകളൊക്കെ ഉണ്ട്, അറിയോ? ഇവിടെ എന്താ മേ ഐ കമ്മിങ് എന്ന് ചോദിച്ചിട്ട് വരാൻ പാടുള്ളൂ. പറ, എന്താ പ്രശ്നം? ഞാൻ ഇവിടുത്തെ ഓണറിന്റെ ഭാര്യ. ഓണറിനെ വിളിക്കാമോ? ഓണറിനാ? ഇപ്പൊ വിളിക്കാം. സിസ്റ്റർ. എന്താ സാർ? ഇവൾക്ക് മെന്റൽ ഹോസ്പിറ്റലിൽ വന്നിട്ട് ഓണറിനെ കാണുന്നു. ഒന്ന് കാണിച്ചു കൊടുക്കും. ഓക്കെ സാർ. മെന്റൽ ഹോസ്പിറ്റലാ? എന്തായാലും ഓണറെ കാണിക്കാൻ പറഞ്ഞല്ലേ. വാ പോവാ. ബാഡിന്നാ? എടി നിന്നെ കാണിച്ചരാടി. എടി നിന്റെ പേരെന്താടി? അതൊക്കെ പിന്നെ കാണിച്ചാ മതി. സിസ്റ്റർ ഷോക്കിംഗ് മെഷീൻ എടുക്കൂ. ഓക്കെ സാർ. ഹോസ്പിറ്റലിലെ വാർക്കിക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരം ഈ പെണ്ണുമ്പറ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിൽക്കിട്ടത്.
എടുക്കോ എന്തി എല്ലാവർക്കും ജാഗ്രത. നമ്മുടെ ഹോസ്പിറ്റൽ ബോംബ് സ്ഫോടനത്തിന് ഇരയായിരിക്കുകയാണ്. എല്ലാവരും അറിഞ്ഞു കൊടുക്കുക.